മന്നാ പ്രതിദിന മന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ഏവർക്കും പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്ത്യാനിക്ക് പരിച്ഛേദന ആവശ്യമാണ്. ബൈബിൾ വാക്യം ഉൽപ്പത്തി പുസ്തകം 17:11. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും. കൊലോസ്യർ 2:11. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഫിലിപ്പിയർ 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പരിച്ഛേദന എന്നത് ദൈവജനത്തിന്റെ ഒരു അടയാളമാണ്. ദൈവജനത്തിന് ഒരു സവിശേഷത അഥവാ ഒരു അടയാളമുണ്ട്. അത് ജഡത്തിന്റെ നിഷേധിക്കലാണ്, ജഡത്തിലുള്ള ആശ്രയത്തിന്റെ നിരസിക്കലാണ്. ഇതാണ് ഹൃദയത്തിലെ പരിച്ഛേദന. ഇങ്ങനെയുള്ളവർ ജഡത്തിൽ ആശ്രയിക്കാത്തവരാണ്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പലരും ജഡത്തിൽ ആശ്രയിക്കുന്നവരാണ് എന്നത് എത്രയോ പരിതാപകരമാണ്. കർത്താവായ യേശുവിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന് അവർക്കറിയാം. പരിശുദ്ധാത്മാവിൽ എങ്ങനെ നിറയണമെന്ന് അവർക്കറിയാം. എങ്ങനെ ജയിക്കണമെന്ന് അവർക്കറിയാം. ക്രിസ്തീയ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. അവർക്കറിയാത്തതായി ഒന്നുമില്ലെന്ന് തോന്നിപ്പോകും. അവർ ദൈവവുമായി എങ്ങനെ കൂട്ടായ്മ ചെയ്യണമെന്നും ദൈവവുമായി എങ്ങനെ സമ്പർക്കം പുലർത്തണമെന്നും അവർ ചിലപ്പോൾ നമ്മെ പഠിപ്പിച്ചേക്കാം. എന്നാൽ അവർക്ക് ജഡത്തിൽ ആശ്രയിക്കാത്തവർ എന്ന അടയാളത്തിന്റെ അഭാവമുണ്ട്. അത്തരം ക്രിസ്ത്യാനികൾക്ക് തീർച്ചയായും ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ജഡത്തിൽ ആശ്രയിക്കാത്ത ജീവിതം എങ്ങനെ സാധ്യമാകും? ഫിലിപ്പി ലേഖനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ജഡത്തിൽ അല്ല, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണ് യഥാർത്ഥ പുതിയ നിയമത്തിലെ പരിച്ഛേദനക്കാർ. അതിന് വിശദമായി പരിശോധിച്ചാൽ, ഒന്നാമതായി ജഡം എന്നാൽ എന്താണ്? ബൈബിളിൽ ജഡം എന്നതിന് കേവലം ശരീരം മാത്രമല്ല അർത്ഥമാക്കുന്നത്. അത് മനുഷ്യന്റെ ശക്തി, സ്വന്തം ബുദ്ധിശക്തി, പാരമ്പര്യങ്ങൾ, മതസ്ഥാനങ്ങൾ, മനുഷ്യ നേട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഞാൻ നല്ല കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, എനിക്ക് വലിയ അനുഭവങ്ങളും വിദ്യാഭ്യാസവും ഉണ്ട്, എനിക്ക് വളരെ കഴിവുകളുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. ഇവയാണ് ഒരു മനുഷ്യന്റെ ജഡത്തിലെ ആശ്രയം. ജഡം എപ്പോഴും ഞാൻ എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കും. ആത്മാവ്, ക്രിസ്തു ആണ് എല്ലാം എന്ന് പറയാൻ സഹായിക്കും. രണ്ടാമതായി ജഡത്തിൽ ആശ്രയിക്കുന്നതിന്റെ അപകടം. ജഡത്തിൽ ആശ്രയിക്കുന്നത് നമ്മെ ആത്മീയ അപകടങ്ങളിലെത്തിക്കും. ഉദാഹരണം, അഹങ്കാരം, സ്വന്തം കഴിവിലെ അഭിമാനം. പത്രോസിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു, വീണുപോയി. എന്നാൽ അദ്ദേഹം ദൈവകൃപയിൽ ആശ്രയിച്ചപ്പോൾ ശക്തനായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാം. കാരണം ജഡത്തിലെ ആശ്രയം താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തിലെ ആശ്രയം നിത്യമാണ്. മൂന്നാമതായി ജഡത്തിന്റെ ആശ്രയം വിട്ടു ഒഴിയേണ്ടതെങ്ങനെ? സ്വന്തം ദൗർബല്യം സമ്മതിക്കുക, എനിക്ക് കഴിവില്ല എന്ന ബോധം അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. പ്രാർത്ഥനയിലൂടെ ആശ്രയം പഠിക്കുക, ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. നാലാമതായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ജീവിതത്തിന്റെ ഫലം സമാധാനം. സ്വയാശ്രയം നമ്മെ പരാജിതരാക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ ദൈവാശ്രയം നമ്മെ ആത്മീയ ജയാളികളാക്കും. ജഡത്തിൽ ആശ്രയിക്കുന്നവൻ തളർന്നു പോകും, എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ ഉയരും. നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ഞാൻ ആശ്രയിക്കുന്നത് എന്റെ കഴിവിലാണോ അതോ ദൈവകൃപയിലാണോ? ഹൃദയ പരിച്ഛേദനയേറ്റവർ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പ്രിയരെ, ജഡത്തിലെ ആശ്രയം വിട്ടാൽ മാത്രമേ ദൈവശക്തി നമ്മിൽ പ്രവർത്തിക്കുവാൻ ഇടയാവുകയുള്ളൂ. നമ്മുടെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുവാൻ ഇടയാവുകയുള്ളൂ. എന്റെ ആശ്രയം ജഡത്തിലല്ല, എന്റെ ആശ്രയം യേശുക്രിസ്തുവിലാണ് എന്ന്
ഹൃദയപരിച്ഛേദനയോടെ ജയജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയും. അപ്രകാരം ജയജീവിതം നയിക്കാൻ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ജഡത്തിൽ ആശ്രയിക്കാതെ ഹൃദയപരിച്ഛേദനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ഹെവൻലി വിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇതിലെ ബെൽ ഐക്കണും കൂടെ അമർത്തി ഓൾ ആക്കി വെക്കുക. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടട്ടെ.